ശനിയാഴ്ചയ്ക്കുള്ളിൽ ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ ആക്രമണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. യുദ്ധത്തിന് സജ്ജമാകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നെതന്യാഹു അറിയിച്ചു. ഇസ്രായേലാണ് ബന്ദിമോചനം വൈകിപ്പിക്കുന്നതെന്ന് ഹമാസും പ്രതികരിച്ചു. അതേസമയം വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇസ്രായേലാണ് വിഷയം വഷളാക്കുന്നത് എന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുന്നതിൽ അടക്കം ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ പാലിക്കുന്നില്ലെന്നും ഹമാസ് ആരോപിച്ചു. ഗാസയിൽ നിന്നുള്ള പലസ്തീനികളെ ജോർദാൻ ഏറ്റെടുക്കണമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രാജാവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഗാസ മുനമ്പിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ജോർദാൻ ഗാസയിലെ ജനങ്ങളെ സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത്. പലസ്തീനികളെ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും കുടിയിറക്കരുതെന്ന ജോർദാന്റെ നിലപാട് ട്രംപിനെ അറിയിച്ചെന്ന് അബ്ദുള്ള രാജാവ് പിന്നീട് അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചതായി പാർക്കിംഗ് കമ്പനി അറിയിച്ചു. 25 ദിർഹമായിരിക്കും 1 മണിക്കൂർ പാർക്കിംഗ് നിരക്ക്. ഫെബ്രുവരി 17-ന് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും എന്നാണ് പാർക്കിംഗ് കമ്പനിയുടെ അറിയിപ്പ്. വേൾഡ് ട്രേഡ് സെന്ററിൽ പ്രധാന പരിപാടികൾ നടക്കുമ്പോൾ ആണ് 1 മണിക്കൂറിന് 25 ദിർഹം പാർക്കിംഗ് നിരക്ക് ഈടാക്കുക. UAE പ്രഖ്യാപിച്ച ബ്ലൂ റെസിഡൻസി വിസയുടെ 1-ാം ഘട്ടത്തിന് തുടക്കമായി. 20 പേർക്കാണ് 1-ാം ഘട്ടത്തിൽ വിസ നൽകിയത്. പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ഥിരതയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കാണ് UAE ബ്ലൂ വിസ അനുവദിക്കുന്നത്. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലാണ് ബ്ലൂ വിസയുടെ 1-ാം ഘട്ടം പ്രഖ്യാപിച്ചത്. UAEക്കകത്തും പുറത്തും പരിസ്ഥിതി സംരക്ഷണത്തിന് സാധാരണ സംഭാവനകൾ നൽകുന്നവർക്കാണ് 10 വർഷം കാലാവധിയുള്ള ബ്ലൂ റെസിഡൻസി വിസ UAE ലഭ്യമാക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ സൗദിയിലെ സ്വദേശികളും വിദേശികളുമായ ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള നിബന്ധനകൾ ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചു. പുതിയതായി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് രജിസ്ട്രേഷനിൽ മുൻഗണന നൽകും. ഹജ്ജ് പെർമിറ്റ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നും അധികൃതർ അറിയിച്ചു. സൗദി പൗരന്മാരുടെ ദേശീയ തിരിച്ചറിയൽ കാർഡ്, വിദേശികളുടെ ഇഖാമ എന്നിവയ്ക്ക് ദുൽഹജ്ജ് മാസം 10-ാം തീയതി വരെ സാധുതയുണ്ടായിരിക്കണം. ഏകീകൃത പാക്കേജ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ആകാശ ടാക്സിക്കൊപ്പം അതിവേഗ യാത്രയ്ക്ക് മറ്റൊരു നവീന ഗതാഗത സംവിധാനം കൂടി UAEയിൽ അടുത്ത വർഷം എത്തിയേക്കും. സീ ഗ്ലൈഡർ എന്ന ഗതാഗത സംവിധാനമാണ് പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. തീരത്ത് നിന്നുള്ള യാത്രയുടെ തുടക്കത്തിൽ ജലത്തിലൂടെയാണ് സീ ഗ്ലൈഡർ സഞ്ചരിക്കുന്നത്. തീരത്ത് നിന്നും അകലുന്നതോടെ ജലോപരിതലത്തിൽ നിന്നും ഉയരുന്ന സീ ഗ്ലൈഡർ മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. ദുബൈയിൽ ആരംഭിക്കാനൊരുങ്ങുന്ന റെയിൽ ബസിന്റെ സാങ്കേതിക പഠനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്ന റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മെട്രോ അടക്കമുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് റെയിൽ ബസിനും ട്രാക്കിനും നിർമ്മാണ ചിലവ് വളരെ കുറവായിരിക്കുമെന്ന് RTA വ്യക്തമാക്കി. എമിറേറ്റിലെ താമസ മേഖലകളിലേക്കും റെയിൽ ബസ് സർവീസ് ആരംഭിക്കുന്നതിന് സാധിക്കും. 11.5 മീറ്റർ നീളവും 2.65 മീറ്റർ വീതിയുമുള്ള റെയിൽ ബസിൽ 40 പേർക്ക് സഞ്ചരിക്കാം. NTV UAE to the world.